ഇതെന്റെ വീട്ടിലെ നാംഡോക്മായി എന്ന് പറഞ്ഞ വെറൈറ്റിയിൽ പെട്ട മാവിന്റെ ഫ്ലവേഴ്സ് ആട്ടാ. ഈ ഫ്ലവേഴ്സ് വരുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നല്ല കട്ട കൂടി നിന്നിട്ട് ഒരു ബൊക്കെ പോലെയൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഈ വർഷം ആദ്യമായിട്ട് തന്നെ ഇതിൽ ഫ്ലവർ ചെയ്യുന്ന കാരണം എല്ലാ ഫ്ലവേഴ്സും ഇങ്ങനെ വരുമോ അതോ ശരിക്കും വരുമോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാര്യമായിട്ടുള്ളൊരു ധാരണ ഞങ്ങൾക്കില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന ഫ്ലവേഴ്സ് ഞങ്ങൾ ആദ്യമൊന്നും ഇങ്ങനെ മൈൻഡ് ചെയ്തായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഈ കരിഞ്ഞു പോകുന്നതിൻ്റെ ഒപ്പം ഇതിലുള്ള മാങ്ങകളും കൂടെ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കുറച്ച് മാവിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ കരിഞ്ഞത് തട്ടിക്കളഞ്ഞു കൊടുത്തു. അപ്പം തട്ടിക്കളഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊരു 3-4 കണ്ണിമാങ്ങകൾ വന്നു. ആ മാങ്ങകൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇതുപോലെ ഇങ്ങനെ നിൽക്കണ്ട. ഈ മാങ്ങകൾ ഇങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ടാട്ടാ ഞങ്ങൾ ബാക്കിയുള്ളതും കൂടെ ഈ കരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ തട്ടിക്കളഞ്ഞു കൊടുത്തത്. അപ്പൊ എല്ലാ ഫ്ലവേഴ്സും പൊക്കെ പോലെ വരുന്നില്ല. അതിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ തുമ്പ് ഭാഗം മാത്രം ഇതുപോലെ നീണ്ടു വരുന്നുണ്ട്. പിന്നെ ചില ഫ്ലവേഴ്സൊക്കെ നോർമൽ മാംഗോയുടെ ഫ്ലവേഴ്സിന്റെ പോലെ തന്നെ നീളത്തിലും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ആരുടെങ്കിലൊക്കെ വീട്ടില് നാംഡോക്മായുടെ ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ എൻ്റെ ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ തന്നെ കട്ട കൂടി വരണ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ കുറച്ച് വീഡിയോസ് നോക്കിയായിരുന്നു. അപ്പം അതിലൊക്കെ എല്ലാവരുടെയും അങ്ങനെ കട്ട കൂടിയിട്ടൊന്നും വരണതായിട്ടൊന്നും കണ്ടോന്നില്ല കേട്ടോ. പക്ഷെ നമുക്ക് മാത്രം എന്താണെന്നറിയില്ല ഇങ്ങനെ കട്ട കൂടി വന്നത്. ഇതും ആ ഒരു മാവിലുള്ള ഫ്ലവറുകളൊക്കെ തന്നെയാണ്. ഞാൻ തട്ടിക്കളഞ്ഞ ആ മാവിൻ്റെ കൊലയാണ് താഴെയുള്ളത്. അപ്പം ചില കൊലകളൊക്കെ ഇതുപോലെ തന്നെ വരുന്നുണ്ട്. ചിലത് മുകളിൽ കാണുന്ന മാതിരി തന്നെ കട്ട പിടിച്ചും വരുന്നുണ്ട്. ഏകദേശം ഒരു 90% ഇങ്ങനെ കട്ട പിടിച്ചും കുറച്ച് കൊലകൾ മാത്രമായിട്ടാ ഇതുപോലെ നീളത്തിലും വരണുള്ളൂ.